നിങ്ങളുടെ പങ്കാളിയുടെ കറണ്ട് ഫീലിങ്സിലേക്ക് പോവാം. പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. പ്രാർത്ഥിച്ച് തന്നെ നിങ്ങൾ ഇത് കേൾക്കുക. നിങ്ങളുടെ പേരോ പങ്കാളിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ എന്തെങ്കിലും താഴെ ഒരു കമൻ്റായിട്ട് ഇടുക. കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ചാനലൊന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് വേണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ടാരോ ദേവിയുടെ മെസ്സേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. 7 വാണ്ടാണ് ആദ്യത്തെ കാർഡ്. കിങ് കപ്പ്, കിങ് വാണ്ട്, കിങ് വാണ്ട് വീണ്ടും വന്നു. അത് മറ്റൊരു കാർഡിൽ നിന്നാണ്. സണ്ണ് വന്നു. ഏസ് ഓഫ് പെൻറ്റക്കിൾ വന്നു. ഡെത്ത് വന്നു. അത് മറ്റൊരു കാർഡിൽ നിന്നാണ്. ഇന്ന് ഡെത്ത് വന്നാൽ നല്ലതാണ്. കാരണം നാളെ കർക്കിടക വാവാണ്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെന്നാണ്. എംപ്രസ് വന്നു. ലവ് കാർഡ് വന്നു. 9 വാണ്ട് വന്നു. വാണ്ട് എനർജിയാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 10 പെൻറ്റക്കിൾ വന്നു. ഫൂൾ കാർഡ് വന്നു. കാർത്തിക, ഉത്രം, ഉത്രാടം, ഭരണി, പൂരം, പൂരാടം, പുണർദം, പൂയം, ആയില്യം, ഇതൊക്കെയാണ് ബ്ലെസ്സിങ് സ്റ്റാർ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്പറുകൾ 7 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, 4 വന്നിട്ടുണ്ട്, 14 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 19 വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്, 9 പറഞ്ഞില്ലേ, 0 വന്നിട്ടുണ്ട്, 5 വന്നിട്ടുണ്ട്. ഇവിടെ 13 3 തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരിച്ചുപോയവരുടെ അനുഗ്രഹമൊക്കെ നിങ്ങൾക്കുണ്ട്. നാളെ കർക്കിടക ഭാവമായതുകൊണ്ട് അതൊരു അനുഗ്രഹമായിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ കാർഡായ 7 വാണ്ടിലേക്ക് പോവാം. ആ വ്യക്തി നിങ്ങളെ ഓർത്തിട്ട് കുറച്ച് വിഷമത്തിലാണ് എന്ന് പറയുന്നത്. നിങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല, കുറ്റബോധമുണ്ട്, നിങ്ങളെ തള്ളി പറയുന്നു എന്ന് ചിലപ്പോഴെങ്കിലും അവർ വിചാരിക്കുന്നുണ്ട്. സാഹചര്യം ഒന്നും അനുകൂലമല്ല എന്നാണ് പറയുന്നത്. സാഹചര്യം അനുകൂലമല്ല, വെല്ലുവിളികളുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് 7 വാണ്ട് പറയുന്നത്. ഇനി വന്നിരിക്കുന്ന കിങ് കപ്പാണ്. നിങ്ങൾക്ക് പ്രണയം തരാനേ കഴിയുന്നില്ല, കയ്യിൽ പിടിച്ചിരിക്കുന്ന പ്രണയമാണ്. ഒരു പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടായിരിക്കാം കണ്ടുമുട്ടാൻ പറ്റുന്നുണ്ടാവില്ല. ഒരു മെസ്സേജ് ഒന്നും കൈമാറാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അത്രയ്ക്കും പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്കറിയാം. കുടുംബമുള്ളവരാണെങ്കിൽ കുടുംബമൊക്കെ ഫോണൊക്കെ നോക്കുന്നുണ്ടാവും. വീട്ടുകാർ ഭയങ്കരമായിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവരുടെ തന്നെ മനസ്സിന് എന്തൊക്കെയോ വിഷമമുള്ളത് കാരണം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നില്ല, എൻഡാക്കിയിരിക്കുകയാണ്. എന്നാൽ കയ്യിൽ നിറഞ്ഞൊരു കപ്പാണ് ഇരിക്കുന്നത്. നിങ്ങളോട് പ്രണയമുണ്ട്, സ്നേഹമുണ്ട്, തരാൻ സാധിക്കുന്നില്ല എന്നുള്ള വിഷമാണ് ആദ്യത്തെ 2 കാർഡ് പറയുന്നത്. കിങ് കപ്പാണല്ലോ, നല്ല സ്നേഹമുള്ള വ്യക്തിയാണ്. കുടുംബമാണെങ്കിലും കുടുംബമാവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഒക്കെ നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ് അപ്പുറത്തിരിക്കുന്നത്. ഇനി കിങ് വാണ്ട് 2 തവണയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് തിരക്കുള്ള വ്യക്തിയായിട്ടും പറയുന്നുണ്ട്. സോഷ്യൽ വർക്കറാണ്, പൊതുപ്രവർത്തകനാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപാട് തിരക്കുള്ള വ്യക്തികൾക്ക് പ്രണയത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്താൻ കഴിയാത്തതുമാവാം. അതവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ എപ്പോഴും മൗനാണ്, അന്തർമുഖനാണ്. ഈ മൗനം പറയുന്നത് സംസാരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അങ്ങനെ സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്കിപ്പോൾ വിഷമം. അവർ നല്ല സങ്കടപ്പെടുന്നുണ്ട്. എന്നാൽ ഇപ്പുറത്തുള്ള നിങ്ങളുടെ അവസ്ഥയും മാറ്റമൊന്നുമില്ല, നിങ്ങൾക്ക് നല്ല സങ്കടമാണ്. അതാണ് 9 വാണ്ട് പറയുന്നത്. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയം പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. 9 വാണ്ടും 7 വാണ്ടും അതാ പറയുന്നത്. ഒരുപോലെ ദുഃഖിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അഗ്നിമൂലകമാണ് വന്നിരിക്കുന്നത്. അഗ്നിമൂലകം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അഭിനിവേശം, ഇനി ഫിസിക്കൽ താല്പര്യം എന്നുകൂടിയാണ്. രണ്ടും ഉണ്ട്. പ്രണയമുണ്ട്, ഫിസിക്കൽ താല്പര്യമുണ്ട്, കാണാൻ നല്ല സുന്ദരിയൊക്കെ ആയിരിക്കും. എന്നാൽ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ അവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ. നിങ്ങളെ വഞ്ചിച്ചു പോകുന്ന ആൾക്കാരാകുമ്പോഴാണ് പ്രശ്നം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. സാഹചര്യം കിട്ടുന്നില്ല നിങ്ങളെ വിളിക്കാനോ സംസാരിക്കാനോ. ഭയങ്കര തിരക്കുള്ള ആൾക്കാരെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. നിങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ആള്. സ്നേഹിക്കുന്നതും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നതൊക്കെ നിങ്ങളെയാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അകന്ന് നിൽക്കേണ്ടി വരികയാണ്. അതാ പറയുന്നത്. എംപ്രസ് ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ ഒരു രാജകുമാരി. അപ്പുറത്തിരിക്കുന്നത് പുരുഷനാണ്. കാരണം
ഇവിടെ അഗ്നി മൂലകമാണ് വന്നിരിക്കുന്നത്, സണ്ണാണ് വന്നിരിക്കുന്നത്. പുരുഷന്റെ എനർജിയാണ് അപ്പുറത്ത്. ഇവിടെ ഇരിക്കുന്നതാണ് സ്ത്രീകൾ. ഇനി നേരെ തിരിച്ചുമാവാം, എങ്കിലും ഇവിടെ കാണിച്ചു തന്നത് അങ്ങനെയാണ്. എംപ്രസ് പറയുന്നു, നിങ്ങൾക്ക് അവരും അവർക്ക് നിങ്ങളും പ്രിയപ്പെട്ടവർ തന്നെയാണ്. മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. വെറുതെ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രണയമൊന്നല്ല, ഉള്ളിൽ തട്ടിയിട്ടുള്ള സ്നേഹം തന്നെയാണ്. എന്നാൽ അത് പകരാൻ കഴിയുന്നില്ല. എപ്പോഴും കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ് മാറുന്നത്. നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല. സാഹചര്യമാവാം, മനസ്സിൻ്റെ തന്നെ നെഗറ്റീവ് ചിന്തകളാവാം, പല ഭാഗത്തുനിന്ന് വെല്ലുവിളികൾ ഉണ്ടാവുക, ജോലി തിരക്ക് ഉണ്ടാവുക, മറ്റുള്ളവർ സ്പൈ ചെയ്യുക, തടസ്സങ്ങളായി ഓരോ കാര്യങ്ങൾ ഉണ്ടാവുക. ഇതൊക്കെ കാരണമായിരിക്കാം നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത്. അതാണ് എംപ്രസും പറയുന്നത്. ഇനി ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. തൽക്കാലം അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്, മുന്നോട്ട് പോവുക ചെയ്യും. ഇതിൽ നിന്ന് പുറത്ത് കിടക്കും. ഈ തിരക്കൊക്കെ മാറും. അപ്പൊ തിരക്ക് മാറുന്നവർ എത്ര കാലം എന്നൊന്നും ചോദിക്കണ്ട, സാഹചര്യം പോലെയൊക്കെ എടുക്കുക. ഇത്തിരി സമയം കിട്ടിയാൽ അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളോട് സ്നേഹമില്ലെന്ന് ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല, സ്നേഹമുള്ള രാജാവാണ്. കാരണം മേഷരാശിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, രാമനാണ് വന്നിരിക്കുന്നത്. രാമൻ ഒരിക്കലും സീതയെ ചതിച്ചിട്ടില്ല. രാമന്റെ മനസ്സിൽ മറ്റൊരു ഭാര്യയോ പെണ്ണോ ഒന്നുമില്ല. രാജാവാണ്, എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിൽ കിട്ടും. പക്ഷെ സീത മാത്രമാണ് രാമന്റെ പ്രണയിനി. അതാണ് ഇവിടെ പറയുന്നത്. കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കും, തിരക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കും, മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കും. എന്നാൽ നിങ്ങൾക്കല്ല പ്രാധാന്യം തരുന്നത്. അതവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാതെ പോവുകയാണ്. നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിൽ. ഒന്ന് മേഷരാശിയാണല്ലോ, മേഷരാശി എന്ന് പറഞ്ഞ രാമനാണ്. അടുത്തത് വന്നിരിക്കുന്നത് ലിയോ ആണ്. അതും നിങ്ങളോട് അഭിനിവേശമുള്ള ആൾക്ക് വേണ്ടിയാണ് വരുന്നത്. സൂര്യനാണ് അവിടെ നിൽക്കുന്നത്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഭാര്യയെ കൊണ്ട് നടക്കുന്ന ആൾ തന്നെയാണ്. നല്ല ഇഷ്ടമുള്ള ആളാണ്. എല്ലാ തരത്തിലും ഭാര്യയ്ക്ക് പ്രിയപ്പെട്ട ഭർത്താവാണ് സണ്ണ്. നല്ല സൗന്ദര്യമുള്ള ആളായിരിക്കും. ഇനി അടുത്തത് വന്നിരിക്കുന്ന സജിറ്റേറിയസ് ആണ്. സജിറ്റേറിയസിനെ രണ്ടാൾക്കാരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് പ്രണയത്തിന്റെ ജോഡികളാണ്. അത് ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല, എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതും ദിവ്യ പ്രണയം പറയുന്ന ആൾക്കാരാണ്. അപ്പൊ പ്രണയത്തിൽ യാതൊരു തർക്കവും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ കഴിയുന്നില്ല. അത് വല്ലാത്തൊരു സങ്കടമാണ്. കുടുംബം ഉണ്ടാവുക, അല്ലെങ്കിൽ കുടുംബം വിലക്കുക, അല്ലെങ്കിൽ ജാതിയോ മതമോ വേറെയാവുക. ഇവിടെ രണ്ട് ജാതിയായിട്ടാണ് പറയുന്നത്. ഒന്ന് സവർണനാണെങ്കിൽ ഒന്ന് അവർണനാണ് എന്ന് പറയുന്നത്, താഴ്ന്ന ജാതിയാണ് എന്ന് പറയുന്നത്. ഇനി ജാതിയെ അധിക്ഷേപിച്ചു എന്നൊന്നും പറയണ്ട. ഇവിടെ കാണിക്കുന്ന കാർഡുകളുടെ ഫലമാണ് ഞാൻ പറയുന്നത്. ഒരാൾ ഉയർന്ന ജാതിയായിരിക്കും, മറ്റേയാൾ വളരെ താഴ്ന്ന ജാതിയായിരിക്കും. മനുഷ്യന്മാരുണ്ടാക്കിയതാണ് ഇതെല്ലാം. പക്ഷെ ഇവിടെയും പറയുന്നുണ്ട്, കാർഡിലും പറയുന്നുണ്ട് ആ വ്യത്യാസം ഉണ്ടാവുന്നത്. നമുക്ക് ഇത്തിരി കൂടി ഫോർവേഡായി ചിന്തിക്കുന്നവർക്ക് പറയാം രണ്ട് ജാതിയുള്ളൂ, ഒരു പുരുഷനും ഒരു സ്ത്രീയും. പക്ഷെ കാര്യം വരുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു നിങ്ങളുടെ ജാതി എന്താ, മതെന്താ. സർക്കാർ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ, ജാതിക്കോളൊക്കെ ഉണ്ട്, പൂരിപ്പിക്കണം. അപ്പം നമ്മൾ അതൊന്നും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത് രണ്ടാളും രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്ക് നിങ്ങളെ കിട്ടുന്നില്ല. എംപ്രസ് പറഞ്ഞു നിങ്ങൾ അവരുടെ ഒരു രാജകുമാരിയാണെന്ന്, നിങ്ങൾക്ക് അവരൊരു രാജകുമാരനാണെന്ന്. ഡെത്ത് പറഞ്ഞു ഇപ്പം ഉണ്ടായിരിക്കുകയാണെന്ന്. മുന്നോട്ട് പോകും. സത്യമുള്ള പ്രണയമാണെന്ന് ലവ് കാർഡ് പറയുന്നുണ്ട്. മിഥുനം രാശി. പക്ഷെ മിഥുനം രാശി എപ്പോഴും നിങ്ങളെ വ്യസനിപ്പിക്കാനാണല്ലോ വരുന്നത്. നിങ്ങൾക്ക് വ്യസനമാണ്. 10 വാണ്ട് 10 വാണ്ടല്ല 7 വാണ്ട് 9 വാണ്ട് ഇതൊക്കെ വ്യസനം തരുന്നതാണ്. ഇവിടെയൊക്കെ നിൽക്കുന്നത് ക്രോണിസ് ആണ്, ദുഃഖിപ്പിക്കാൻ വേണ്ടി വരുന്ന ക്രോണിസ്. നമുക്ക് സങ്കടം ഉണ്ടാകുമ്പോഴാണ് ഈ ക്രോണിസ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഒരു രാമൻ ഉണ്ടാവുന്നത് തന്നെ രാവണന് വേണ്ടിയാണ്, എതിർപ്പുകളെ നേരിടാൻ വേണ്ടിയാണ് ഈ രാമന്റെ ജനനം. ഇവിടെ രാമന് രാവണന് നിൽക്കുന്നുണ്ടല്ലോ, തടസ്സങ്ങൾ നിൽക്കുന്നുണ്ട്, അതിനെ അതിജീവിക്കാനുള്ളൊരു മനഃശക്തിയുള്ള ആളെയും കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ തടസ്സങ്ങളെല്ലാം മാറും, ഞങ്ങൾക്ക് ഒന്നാവാൻ സാധിക്കും. അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ജോലി ഇല്ലായിരിക്കും, അപ്പൊ ജോലിക്ക് വേണ്ടി ശ്രമിക്കാവും. സാമ്പത്തികം, ഇവിടെ സാമ്പത്തികമൊക്കെ ഉള്ള ആൾക്കാരെയാണ് കാണിക്കുന്നത്. 10 പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ അടിത്തറയുള്ള കുടുംബം, നല്ല സമ്പത്തുള്ള കുടുംബം എന്നൊക്കെയാണ് പറയുക. പൈതൃകത്തിൽ വിശ്വസിക്കുന്ന കുടുംബം എന്നൊക്കെ പറയും. ഇങ്ങനെ പറഞ്ഞാൽ എന്താണെന്നറിയോ, മറ്റൊരു ജാതിക്കാരെ കല്യാണം കഴിക്കാൻ അയക്കില്ല. ഇവിടെ ആണെങ്കിൽ രണ്ട് ജാതിയാണ് വന്നിരിക്കുന്നത്, ഒന്ന് രാമനും ഒന്ന് രാവണനും ആണല്ലോ. അതുകൊണ്ട് രണ്ട് ജാതിയാണ്. രാവണന്റെ അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ അമ്മ രാക്ഷസിയാണ്.
ആര്യ ദ്രാവിഡാണ് അവിടെ പറയുന്നത്. അതുപോലുള്ള വ്യത്യാസങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാവും. ജാതിയൊക്കെ മാറ്റമായിരിക്കാം, മതമൊക്കെ മാറ്റമായിരിക്കാം. പക്ഷെ പ്രണയിക്കുമ്പോൾ അതൊന്നും ഓർത്തില്ല. കണ്ണിന് ഇഷ്ടപ്പെട്ടു, മനസ്സിന് ഇഷ്ടപ്പെട്ടു, പ്രണയിച്ചു. ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ പെടുന്ന പാടാണ് ഇവിടെ കാണുന്നത്. വീട്ടുകാർ എതിർപ്പായിരിക്കാം, വീട്ടുകാരുള്ളവരായിരിക്കാം, രണ്ട് ജാതിയോ മതമായിരിക്കാം, സാമ്പത്തികം രണ്ട് തട്ടിലായിരിക്കാം, ജോലി ഇല്ലായിരിക്കാം, ജോലി ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളുള്ള ജോലിയായിരിക്കാം. അങ്ങനെ മാനസിക സംഘർഷത്തിന് എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. രാമനാണല്ലോ, രാമന് ഒരിക്കലും സമാധാനം കിട്ടിയിട്ടില്ല. മരണം വരെ സമാധാനം കിട്ടാത്ത ഒരു രാജാവാണ്. എപ്പോഴും രാക്ഷസന്മാരെ എതിർക്കാൻ വരും. അവരെ കൊല്ലാനേ നേരമുള്ളൂ, ജീവിക്കാൻ നേരമില്ല. അങ്ങനത്തെ ഒരാളാണ് രാമൻ. അപ്പൊ എന്തിനാ രാമനെ ഇവിടെ ഇത്രയധികം പറയുന്നതെന്ന് ചോദിച്ചാൽ, നാളെ കർക്കിടക വാവാണ്, രാമായണ മാസമാണ്, പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇനി മന്ത്രം ചൊല്ലിയിട്ട് ആർക്കും ഇഷ്ടപ്പെടാതെ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ മന്ത്രം ചൊല്ലിയിട്ടില്ല. പക്ഷെ തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലിയിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി തന്നെ ഇത് കേൾക്കുക. തിരക്കൊഴിഞ്ഞ് കാശിക്ക് പോകാൻ നേരമില്ല എന്ന് പറഞ്ഞതുപോലെ ഇയാൾക്ക് എപ്പോഴും തിരക്കാണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനോ നിങ്ങളെ സ്നേഹിക്കാനോ സമയം കിട്ടുന്നില്ല എന്നറിയുന്നത്. അല്ലെങ്കിൽ അതിനൊക്കെ തടസ്സമായിരിക്കാം. സ്പൈ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടാവും. ഇതുപോലുള്ളൊരു ബന്ധങ്ങളാണ് കാണുന്നത്. സ്നേഹം സത്യമുള്ളതാണ്. അഗ്നിമൂലകമാണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടുപേരുടെ ഉള്ളിൽ തീയായിട്ട് തന്നെയാണ് കിടക്കുന്നത്. എന്നാൽ അഗ്നിമൂലകം തരുന്ന മറ്റൊരു മെസ്സേജ്, അണയാറായി തീയൊന്ന് ആളിക്കത്തിക്കണമെന്നറിയുന്നത്. നിങ്ങളുടെ അഗ്നി ജ്വലിക്കുന്നില്ലേ ഇപ്പോൾ? അതാണ് 9 വാണ്ട് പറയുന്നത്. നിങ്ങളുടെ പ്രണയത്തിൽ ഇങ്ങനെ മങ്ങലേൽക്കാൻ തുടങ്ങി, താഴത്തേക്ക് വരാൻ തുടങ്ങി, തീ അണയാൻ പോവുകയാണ് എന്ന് പറയുന്നതാണ് 7 വാണ്ടും 9 വാണ്ടും. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം. രണ്ടുപേരും മറ്റുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ ഒരാൾക്കൊരാളെ വെറുപ്പായി മാറാൻ തുടങ്ങും. അങ്ങനെ വെറുപ്പല്ലല്ലോ വേണ്ടത്, സ്നേഹമാണല്ലോ. രണ്ടുപേരും ടിൻ ഫ്ലെയിം ആയിരിക്കുമെന്നറിയുന്നത്. കാരണം അഗ്നിമൂലകമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ടിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ എല്ലാവരും അല്ല, ഏതെങ്കിലും ഒരു ആൾക്കാർ അങ്ങനെ കാണുന്നവരുണ്ടാവും. ടിൻ ഫ്ലെയിം ആയ അത്രയും പവിത്രമായ ബന്ധമുള്ള ആരോ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാർഡുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. സോൾമേറ്റ് ആണെന്നും പറയാം, ടിൻ ഫ്ലെയിം ആണെന്നും പറയാം. അത്രയ്ക്കും. ഇനി കാർമികം വന്നിട്ടുണ്ട് കേട്ടോ, ഡെത്ത് വന്നിട്ടുണ്ടല്ലോ. കർമ്മബന്ധമുള്ളവരും ഉണ്ട്. അതെന്താവും, മുന്നോട്ട് പോവില്ല. ടിൻ ഫ്ലെയിമിനും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. ഒന്നിച്ചു പോവാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ജന്മാണ് അവർക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കൂ. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഫീലിങ്സൊക്കെ അറിയും. ദുഃഖമൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കാം മനസ്സിന്. ഒരാൾക്ക് കാണാൻ തോന്നുമ്പോൾ മറ്റേ ആൾക്കും കാണാൻ തോന്നുക. ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യം മറ്റേ ആളും ആഗ്രഹിക്കുക. ഇതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും രണ്ടുപേരുടെ ലൈഫിലും. ഇവിടെ സത്യമുള്ള പ്രണയമാണെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. രാമനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ വഞ്ചിക്കാൻ തയ്യാറുള്ള ഒരാളും നല്ല അപ്പുറത്തിരിക്കുന്നത്. സ്നേഹമുള്ള ആളാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നിങ്ങളെ തന്നെ സ്വീകരിക്കൂ എന്നുള്ള ഒരു മനസ്സുകൂടി ഉണ്ട്. എന്നാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ്. രണ്ടുപേര് വിഷമിക്കുന്നു. ഈ തീ കെട്ടുപോകാതെ സൂക്ഷിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേരും ഇങ്ങനെ സമയം കണ്ടെത്താതെയും സംസാരിക്കാതെയും ഇങ്ങനെ അകന്ന് കഴിഞ്ഞാൽ അകന്ന് തന്നെ പോവാനൊരു സാധ്യതയുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കണ്ണകന്ന മനസ്സകലും എന്നാണ്. കുറേ കാലം ഒരാളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ സ്വാഭാവികമായി അവർ നിങ്ങളെ മറക്കും. ദുഃഖിക്കുന്നവരാണ് രണ്ടുപേരും. ഇങ്ങനെ ദുഃഖിച്ച് അതൊരു ശീലമായി പോയി. സമയം കിട്ടുന്നില്ല, വേണ്ടത്ര സ്നേഹം തരാൻ കഴിയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പകരാൻ കഴിയുന്നില്ല. ഇങ്ങനെ ആവുമ്പോൾ ഇത് തണുത്തുറഞ്ഞു പോവും, കരിക്കട്ടയി മാറാൻ സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അഗ്നിമൂലകമാണ്, പ്രണയത്തിൻ്റെ തീയാണ്, ജന്മബന്ധമാണ്. ഒരാൾക്കൊരാളില്ലാതെ പറ്റില്ല. പക്ഷേ കാലക്രമേണ ഇങ്ങനെ തന്നെ പോയി കഴിഞ്ഞാൽ അത് അണയാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടപ്പോൾ മനസ്സിലായോ? നിങ്ങൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം പറയും നിങ്ങളെ ബ്ലോക്ക് ചെയ്തു എന്ന്. മറ്റൊരു നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യണം. ഇനി നിങ്ങളാണ് അവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇന്ന് ബ്ലോക്കൊക്കെ മാറ്റി സംസാരിക്കണം. ഇവിടെ അണയാറായ തീയാണ് കാണുന്നത്. അങ്ങനെ പാടില്ല. ഇത് കൊണ്ടുപോകേണ്ട ഒരു ബന്ധമാണ്, മുന്നോട്ട് പോകേണ്ട ഒരു ബന്ധമാണ്. പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. എങ്കിലും ഇവിടെ പ്രണയത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രണയത്തിൽ കുറച്ച് ആ ഊർജം നഷ്ടമായതുപോലെ തോന്നുന്നുണ്ട്. ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടുപേരും ഒരാളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന മാറോട് ചേർത്തിട്ടുള്ളൊരു പ്രണയമാണ് ഇവിടെ കാണുന്ന. ഇനി വന്നിരിക്കുന്ന സണ്ണാണ്. സണ്ണ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഐക്യത്തിലേക്ക് വരാനുള്ള സമയമായി എന്ന്, റീയൂണിയന് സമയമായി എന്നാണ് പറയുന്നത്. നല്ല കാർഡുകൾ വരുമ്പോൾ നല്ല മെസ്സേജ് തന്നെയാണ് ഞാൻ തരുന്നത്.
ഇവിടെ നല്ല കാർഡുകൾ സണ്ണ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻഡക്കൾ വന്നിട്ടുണ്ട്, 10 പെൻഡക്കൾ വന്നിട്ടുണ്ട്. കുറച്ച് കാർഡുകളൊക്കെ നല്ല കാർഡുകൾ വന്നിട്ടുണ്ട്, എല്ലാം ഒന്നും പറയുന്നില്ല. അപ്പോൾ നല്ല മെസ്സേജ് തരാൻ പറ്റൂ. ഇവിടെ ചതിയില്ല. നന്നായിട്ട് സ്നേഹിക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നത്. ഒരാളെ വഞ്ചിക്കണം എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കുകയല്ല. ആ വ്യക്തിക്ക് ഇതിന്ന് മുന്നോട്ട് പോകണം, നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, സ്നേഹത്തിൽ വരണം, നിങ്ങളാണ് അവരുടെ ശക്തി, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സാഹചര്യം അനുകൂലമല്ല. ഇനി വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. നിങ്ങളുമായി കോണ്ടാക്ട് ഇല്ലാത്തപ്പോൾ ഒക്കെ അവർ അലഞ്ഞു തിരിയണം എന്ന് പറയുന്നത്. യാത്രകളെ കുറിച്ച് പറയുന്നുണ്ട്, അലഞ്ഞു തിരിയുന്നു എന്ന് പറയുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും നിങ്ങളോട് ഓപ്പണായി പറയുന്നില്ല എന്ന് പറയുന്നുണ്ട്. സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനി വന്നിരിക്കുന്നത് 10 പെൻഡക്കളാണ്. അത് പറയുന്നു പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബമാണ് അവരുടെ. കുടുംബം എതിർക്കുന്നുണ്ട് നിങ്ങളെ, മറ്റൊരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ നിങ്ങളെ മാത്രമേ സ്വീകരിക്കൂ, അത് വേറെ കാര്യം. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. സാമ്പത്തികം ഉള്ളവരാണ്, ഉയർന്ന തട്ടിലുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സണ്ണാണല്ലോ വന്നിരിക്കുന്നത്. ഭാഗ്യം, ഐക്യം, വിജയം, സന്തോഷം എന്നാ പറയുന്നത്. ഇതെല്ലാമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം കിട്ടാൻ പോകുന്നു എന്ന് പറയുന്നത്. ഈ തിരക്കൊക്കെ മാറും, എന്നിട്ട് നിങ്ങൾ ഒന്നാവാൻ പോണു. നിങ്ങൾക്കൊരു നല്ല ദിവസമാണ് അടുത്ത് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. ഇന്നാവാം, നാളെ ആവാം. ഒരാൾ വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റേ ആൾ ഊർജ്ജ നഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് തീയൊന്ന് ആളിക്കത്തിക്കാൻ പറയുന്നത്. ഒന്ന് കോണ്ടാക്ട് ചെയ്തേ പറ്റുള്ളൂ ഈ അടുത്ത ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഈ ബന്ധം എന്നേക്കുമായി നഷ്ടമാവാൻ സാധ്യതയുണ്ട്. രണ്ടുപേരുടെയും തീ അണയാൻ പോവുകയാണ്. എന്നാൽ രണ്ടുപേരും അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങളാണ് ഇവിടെ വില്ലനായി നിൽക്കുന്നത്. ഇവിടെ നെഗറ്റീവ് മെസ്സേജ് ആയിട്ട് വന്നിട്ടില്ല, പറയാനൊന്നുമില്ല. ഇവിടെ പോസിറ്റീവ് മെസ്സേജ് മാത്രമേ ഇന്ന് തരാനുള്ളൂ. ഇന്ന് സ്നേഹിക്കുന്നവരെ അങ്ങനെ ആയിരിക്കാം. നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല, പറയുന്നുമില്ല. അപ്പം നമുക്ക് സന്തോഷമായിട്ട് തന്നെ അടുത്ത മെസ്സേജിലേക്ക് പോവാം. സാധാരണ നെഗറ്റീവ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട് പറയാൻ, എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയുകയാണ്. ഇനി ഇവിടെ വന്നിരിക്കുന്നത് അധീന എന്ന ദേവിയാണ്. ആ ദേവി കന്യകയാണ് എന്ന് പറയുന്നത്. അവര് വിവാഹമേ കഴിക്കാത്ത ആളാണ്, കന്യകയായി ജീവിക്കുന്ന ദേവി. അവര് പ്രണയമോ കുടുംബജീവിതമോ ഒന്നുമില്ലാത്ത ദേവിയാണ്, സത്യമുള്ള ദേവിയാണ്. ഇവിടെ എന്തിനാ ഇത് പറഞ്ഞാ, നിങ്ങൾ പ്രണയിക്കുന്നവരാണ് കാണുന്നത്. ഇതിൽ ഹിന്ദുക്കൾ ഉണ്ടെങ്കിൽ ദേവിക്ക് ചെറിയ എന്തെങ്കിലും വഴിപാട് ചെയ്യുക, നിങ്ങളുടെ പ്രണയത്തിലെ തടസ്സങ്ങൾ മാറാൻ. ചെറിയ എന്തെങ്കിലും പുഷ്പാഞ്ജലിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കുക. അതിനു വേണ്ടിയാണ് അധീനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ ദേവിയുടെ ഒരു സാന്നിധ്യം കാണുന്നുണ്ട്. അധീന എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാളി എന്നും വേണമെങ്കിൽ പറയാം. കാളിയും അവിവാഹിതയാണ്, കന്യകയാണ്. അപ്പോൾ ദേവിക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കുക, അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും. ഇതിനു വേണ്ടി മറ്റൊരാളെ സമീപിക്കാതിരിക്കാനാണ് ഞാനിവിടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. എങ്കിലും നിങ്ങളുടെ സാഹചര്യം അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രൈവറ്റ് റീഡിംഗ് എടുക്കണം. അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വഴിപാട് ചെയ്താലും ഭരിക്കുള്ളൂ. സ്നേഹമില്ലാത്തവർക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അവർ വരും എന്ന് വിചാരിച്ച് നിങ്ങൾ കുറേ കാലം ഇങ്ങനെ പോസിറ്റീവായി ഇരിക്കുക. അപ്പോൾ അവർക്കൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വഴിപാടൊക്കെ കഴിക്കുക. തീരെ നിങ്ങളെ വെറുപ്പാണെങ്കിൽ പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് ഞാൻ പറയില്ല. കാർമിക് ബന്ധങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ ചെയ്താൽ മതി. ദേവിക്ക് എന്തെങ്കിലും വഴിപാട് കഴിക്കുക, ഹിന്ദുക്കൾ മാത്രം കേട്ടോ. ഇനി മറ്റുള്ള മതങ്ങളിൽ ഗോഡസിന് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതും പറയാം. ഇനി ഇത് എവിടെ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് വാട്സപ്പിൽ വരാതിരിക്കുക. ഒരു ദേവിക്ക് എന്താ വഴിപാട് കഴിക്കേണ്ടത്, പുഷ്പാഞ്ജലി കഴിക്കേണ്ടതെന്ന് അമ്പലത്തിൽ പോയി ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. നിങ്ങളുടെ പ്രശ്നം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളത് തന്നെ പറഞ്ഞു തരും. അത് ചെയ്യാട്ടോ. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കരുത്, കാരണം അതിനൊക്കെ ഉത്തരം പറയാൻ തന്നാൽ എനിക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. എനിക്ക് പ്രൈവറ്റ് റീഡിംഗ് ഒക്കെ ഉണ്ട്, ബുക്കിംഗ് ആയ ആൾക്കാർക്ക് അത് പറഞ്ഞു കൊടുക്കണം. അതിനു വേണ്ടിയാണ് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി വരരുത്, അതിനാണ് ഞാനിവിടെ പൊതുവായി പറയുന്നത്. ഇവിടെ വന്നിരിക്കുന്നു റീകൺസിലേഷൻ. ആദ്യത്തെ മെസ്സേജായിട്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. കണ്ണനും രാധയും വന്നിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അകന്നിരിക്കുന്നവർ റീകൺസിലേഷൻ ഉണ്ട്, റീയൂണിയൻ ആവാൻ പോകുന്നു. ഇനി വന്നിരിക്കുന്നത് ഒന്ന് ധ്യാനിക്കൂ, അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് പോസിറ്റീവിലേക്ക് കൊണ്ടുവരൂ എന്ന് പറയുന്നത്.
അടുത്തത് കണ്ണനും രാധയാണ്. ഒരിക്കലും വിവാഹം കഴിക്കാൻ പറ്റാതെ എന്നാൽ മരണം വരെ പ്രണയിച്ച 2 ജോഡികളെയാണ് കാണിക്കുന്നത്. അതുപോലെയുള്ള ബന്ധമാണോ എന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് അവനവൻ്റെ സാഹചര്യം പോലെയൊക്കെ ഈ മെസ്സേജുകൾ എടുക്കുക. ഇന്ന് കഥ, കവിത അല്ലെങ്കിൽ മന്ത്രം ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തന്നു വഴിപാട് കഴിക്കേണ്ടതിനെ കുറിച്ച്. ഇനി നമുക്ക് ഹെൽത്ത്, കരിയർ ഇതിലേക്ക് പോകാം. ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വന്നിരിക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ പ്രശ്നങ്ങളാണ്. പല്ലുകളുടെ എല്ലുകളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ബാക്ക് പെയിൻ പറയുന്നുണ്ട്, തലച്ചോറിൽ നീർക്കെട്ട തലവേദന പറയുന്നുണ്ട്, ചിക്കൻ ബോക്സ് പറയുന്നുണ്ട്. ഞങ്ങളുടെ അടുത്തൊക്കെ അതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊക്കെ ഒരിക്കൽ വന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും വരില്ല. മഞ്ഞപ്പിത്തം, കരൾ രോഗം, അമിത മദ്യപാനം പറയുന്നുണ്ട്, മാനസിക പിരിമുറുക്കങ്ങളൊക്കെ പറയുന്നുണ്ട്, ബ്ലഡ് ലോസ് പറയുന്നുണ്ട്. അപ്പം മുറിവൊക്കെ ആവാതെ സൂക്ഷിക്കൂട്ടോ. ഇനി നമുക്ക് കരിയർ നോക്കാം. കര, നാവിക, വായു, അഗ്നി സേനകൾ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ബ്യൂട്ടി രംഗം, അഭിനയം ഒക്കെ പറയുന്നുണ്ട്. കലാകാരന്മാരെല്ലാവരും വന്നിട്ടുണ്ട്. സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്. നൈറ്റ് ഷിഫ്റ്റിലെ ജോലികൾ വന്നിട്ടുണ്ട്. ഭൂമി സംബന്ധമായ ജോലികൾ വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജോലിക്ക് കാത്തിരിക്കുകയാണെങ്കിൽ കിട്ടും എന്ന് പറയുന്നുണ്ട്. കുറച്ച് പണം കയ്യിൽ വന്ന് ചേരും എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പോസിറ്റീവ് മെസ്സേജുകളാണ്. വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. ബന്ധു സമാഗമം, യാത്രകൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വിവാഹം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സെലിബ്രേഷൻ, മതപരമായ ചടങ്ങുകളാണ് പറയുന്നത്. അത് വിവാഹം മാത്രം ആവണമെന്നില്ല, എന്തുമാവാം, നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അവസാനം പറയട്ടെ, ഒരു മരണം കേൾക്കുമെന്ന് വന്നിട്ടുണ്ടെങ്കിലും നാളെ കർക്കിടക വാവായതുകൊണ്ട് മരണം വന്നിരിക്കുന്നത് മരിച്ചുപോയ ആത്മാക്കളൊക്കെ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയായിരിക്കാം. ചില ആളുകളൊക്കെ നാളെ വെളിയിടും മരിച്ചുപോയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ ചെയ്യുന്ന ദിവസമാണല്ലോ നാളെ. അതുകൊണ്ട് നമുക്ക് മരണത്തിനെ ഒരു അനുഗ്രഹമായിട്ടൊന്ന് എടുക്കാം. ഇതൊക്കെയാണ് പൊതുവായ കാര്യങ്ങൾ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ പറയാറുള്ളത് പോലെ തന്നെ എൻ്റെ ഫീസ് അറിയാതെ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. 1000 രൂപയാണ്. ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കാം. അപ്പോഴും ഒരു ചോദ്യത്തിന് 300 രൂപ തന്നെ വരുന്നുള്ളൂ. തുടങ്ങിയ കാലത്തെ അതേ ഫീസ് തന്നെ ഇപ്പോഴും വാങ്ങിക്കുന്നുള്ളൂ. 300 ആയിരുന്നു അന്ന് ഞാൻ തുടങ്ങുമ്പോൾ വാങ്ങിയിരുന്നത്. പക്ഷെ അന്നൊരു ചോദ്യം മാത്രം പറഞ്ഞു കൊടുത്തിരുന്നു. ഇന്ന് ഞാൻ അത് മാറ്റി 3 ചോദ്യം മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണ്ടേ. അപ്പോൾ ഒരു ചോദ്യത്തിന് വേണ്ടി നിൽക്കാൻ വയ്യാന്ന് തോന്നിയിട്ടാണ്. അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ തുടങ്ങിയ കാലത്തൊന്ന് വലിയ ഫീസൊന്നും ഇന്നും ഈടാക്കുന്നില്ല. നിങ്ങൾക്ക് 3 ചോദ്യം ചോദിക്കാമല്ലോ. അത് നിങ്ങൾ ആലോചിക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റീഡിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. വേണമെങ്കിൽ ഏത് വിഷയം വേണമെങ്കിൽ പറഞ്ഞു തരും. പരിഹാരം പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തരും. ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് നോക്കാം. വിശ്വസിക്കാനാണ് പറയുന്നത്. പങ്കാളിയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിനെയോ. ഹൃദയം തുറന്ന് സംസാരിക്കാൻ. ലവ് യുവർ സെൽഫ്, അതാണ് മെഡിറ്റേഷൻ എന്ന കാർഡ് വന്നിരിക്കുന്നത്. ഒരു ചാൻസ് കൂടി വേണമെന്ന് 2 പേരും ആഗ്രഹിക്കുന്നുണ്ട്. മാലാഖയുടെ അനുഗ്രഹമുണ്ട്, പേടിക്കണ്ട. ഡിസെപ്ഷൻ നടക്കുന്നതും ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട്. ആരും ഒരാൾ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട്. അതെല്ലാവരുടെ കാര്യമല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടാവുകയാണ്. അതോടുകൂടി നിങ്ങളുടെ എനർജി പോസിറ്റീവായി മാറുകയാണ്. അപ്പം ഈ വഴിപാടിൻ്റെ ശക്തിയേക്കാൾ നിങ്ങളുടെ മനസ്സിന് ശക്തി കിട്ടുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ നേടാൻ കഴിയുകയാണ്. അതിനു വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ദൈവമില്ല എന്നോ അമ്പലത്തിൽ കഴിക്കുന്നതിൽ ഫലമില്ല എന്നോ ഒന്നുമല്ല. അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ മനസ്സത് ആഗ്രഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടത് കിട്ടുന്നത്. നിങ്ങൾ നിരാശയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിനൊരു ശക്തി കിട്ടുകയാണ്. ആ ശക്തിയാണ് ഇവിടെ ആവശ്യം. അതിനാണ് ലവ് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക, പോസിറ്റീവായി ഇരിക്കുക, പങ്കാളിയെ നേടണമെന്ന് ശക്തമായി ആഗ്രഹിക്കുക. അതിനാണല്ലോ ചില നമ്പറുകൾ തരുന്നു, ചില മന്ത്രങ്ങൾ തരുന്നു, ചില പൂജകൾ ചെയ്യാൻ പറയുന്നു. ഇതൊക്കെ പറയുന്നത് നിങ്ങളുടെ നഷ്ടമായ ആ മനസ്സിൻ്റെ ഊർജം തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അധീന എന്ന ദേവിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കാളിയുടെ സാന്നിധ്യം ഇവിടെ കണ്ടു. അപ്പോൾ കാളിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ വഴിപാടുകളൊക്കെ കഴിക്കുക. വലിയ തുകയൊന്നും ആവില്ല, 10 രൂപ ഉണ്ടെങ്കിൽ മതി. ഒരു പുഷ്പാഞ്ജലി കഴിക്കാം, അത് ചെയ്യാം.
അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി തിരിച്ചു കിട്ടും, ദേവിയുടെ അനുഗ്രഹവും കിട്ടും. ഇനി നമുക്ക് ഇത് നോക്കാം. റീകൺസിലേഷൻ, ലവ് യു എന്ന് പറയുന്നുണ്ട്. മെമ്മറീസ്, ഡിറ്റാച്ച്മെന്റ്, ഫ്ലർട്ട്, ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അകന്നു പോയവരൊക്കെ ഒന്നാവുമെന്ന് പറയുന്ന, ഫ്ലർട്ട് മാത്രമായവരും ഉണ്ട്, ലവ് ചെയ്യുന്നവരും ഉണ്ട്, റീകൺസിലേഷൻ ഉള്ളവരുണ്ട്, ഓർമ്മകളായിരിക്കുന്നവരും ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മെസ്സേജുകൾ. ഒരു നാട്ടില് ഒരു വെറ്റിലക്കാരി കച്ചവടത്തിന് പോവുകയാണ്. താഴ്ന്ന ജാതിക്കാരിയാണ്. രാത്രിയായി. അവൾക്ക് പുഴ കടന്ന് വേണം സ്വന്തം വീട്ടിലെത്താൻ. നടക്കില്ല, നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. അപ്പോൾ ഇവള് അടുത്ത് കണ്ട ഒരു വീട്ടിൽ പോയിട്ട് അഭയം ചോദിക്കുകയാണ്. ജന്മി കുടുംബങ്ങളല്ലേ, അവർക്ക് എങ്ങനെ പാവപ്പെട്ടവരോട് അനുകമ്പ തോന്നുക, പറ്റില്ല എന്ന് പറഞ്ഞയക്കും. അങ്ങനെ 8 9 വീടുകളിൽ പോവും, അവിടെ ഒന്നും അഭയം കിട്ടില്ല. അപ്പോൾ വഴിയിൽ കണ്ട ഒരാൾ പറയാണ്, നീ കാളിയുടെ അടുത്ത് പോയിട്ട് അഭയം ചോദിക്കുക എന്ന് പറയാണ്. പരിഹാസത്തിലാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇവള് കാളിയുടെ വീട് എവിടെയെന്ന് ചോദിച്ച് നടക്കുമ്പോൾ ഒരു വീട് കാണുകയാണ്. അവിടെ ഒരു സുന്ദരിയായ സ്ത്രീ ഉണ്ട്. ഒരു വിളക്കൊക്കെ ആയിട്ട് ഇവളെ സ്വീകരിച്ചു. അങ്ങനെ അന്നത്തെ അത്താഴം വിളമ്പി കൊടുത്തു. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അങ്ങനെ കുറേ വീടുകളിൽ ഞാൻ അലഞ്ഞു, അവരൊന്നും എനിക്ക് അഭയം തന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, നീ സമാധാനമായിട്ട് തന്നെ ഇവിടെ കിടന്നുറങ്ങിക്കോ എന്ന് പറയാണ് ദേവി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഇവള് യാത്ര പറഞ്ഞു പോവാൻ ഇറങ്ങിയപ്പോൾ ആ സ്ത്രീ കുറച്ച് കുരുമുളക് എടുത്ത് ഇവളുടെ കയ്യിൽ കൊടുത്തു. നിന്നെ അധിക്ഷേപിച്ച ഓരോ വീടിന് മുമ്പിലും ഓരോ കുരുമുളക് എടുത്ത് എറിയുക, എന്നിട്ട് പോവുക എന്ന് പറയും. അങ്ങനെ ഇവള് ഓരോ വീട്ടിലായിട്ട് കുരുമുളക് ഇട്ടിട്ട് അവളുടെ നാട്ടിലേക്ക് പോയി. ഈ കുരുമുളക് ഇട്ട വീടെല്ലാം ചാമ്പലായി എന്ന് പറയുന്നത്. കാരണം ഇവൾക്ക് അഭയം കൊടുത്തത് സാക്ഷാൽ കാളീദേവി ആയിരുന്നു. അത് ഇവൾക്ക് അറിയില്ല. എന്നാൽ പേടിച്ച് തന്നെ അവളുടെ ജീവൻ പോയിട്ടുണ്ടാവും അല്ലേ. അതും ഉഗ്രമൂർത്തിയായ കാളിയാണ് അവൾക്ക് അഭയം കൊടുത്തിരിക്കുന്നത്. അപ്പം അതുപോലൊരു കാളി സാന്നിധ്യം നമ്മളിവിടെ കണ്ടു. നന്നായി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ദേവി നടത്തി തരും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ഇന്നത്തെ ഈ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്.